ഈ ജാതിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും തീരാത്തൊരു ഡിസ്കഷനാണ് സംവരണത്തെ സംബന്ധിച്ച്. ശരിക്കും SC/STക്ക് മാത്രം സംവരണം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നാണ് രവിചന്ദ്രൻ ഒക്കെ പറയുന്നത്. അത് മാത്രം മതിയാവും ഇനി എന്നാണ് വൈശാഖിൻ്റെ അഭിപ്രായം. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെ കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം പറയാൻ ഉള്ള അറിവ് എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ പ്രിസ്ക്രിപ്റ്റീവായിട്ട് അഭിപ്രായങ്ങൾ പറയാത്തത്. കാരണം ഇതൊരു ഒരാളിരുന്ന് തീരുമാനിക്കുകയല്ല ഇവിടെ ആർക്ക് സംവരണം കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ തീരുമാനങ്ങൾ ഓർഗാനിക്കായിട്ട് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും ഇത്തരം വാദങ്ങളിലല്ല, ഇത്തരം ഈ പ്രിസ്ക്രിപ്റ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ട് പറയുന്ന പോലെ തോന്നും. സർക്കാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ബോഡി അവിടെ ഇരിപ്പുണ്ട്, ഒരാൾ അല്ലെങ്കിൽ ഒരു ഏജന്റ് അവിടെ ഇരിപ്പുണ്ട്. ആ ഏജന്റ് ഇരുന്ന് ഈ ദൈവം ലോകത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലെ അത് ചെയ്യാം. ഈ സർക്കാർ ആരാണ്? ഇതുപോലുള്ള ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന, ആ ഗ്രൂപ്പുകൾ ചേർന്നുണ്ടാകുന്ന, വലിയ ഗ്രൂപ്പുകൾ ചേർന്നുണ്ടാകുന്ന, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഗവേണൻസ് നടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായി വരുന്ന പെർസെപ്ഷൻസ് ആണ് തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ അഭിപ്രായപ്പെടാം പക്ഷെ എനിക്കറിയില്ല ഏതൊക്കെ വിഭാഗങ്ങൾ ഏതൊക്കെ അളവിൽ ഇവിടെ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. അതറിയാത്ത ഒരാൾക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. ഈ അഭിപ്രായം പറയുന്ന പല ആളുകൾക്കും അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനത്തെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാൻ അഭിപ്രായങ്ങൾ റിസർവ് ചെയ്യുന്നത് എനിക്ക് ധാരണയില്ലാന്ന് സമ്മതിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ SC/STക്ക് മാത്രമാണോ അല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഉണ്ടായ തോന്നലാണ്. അത് ഡേറ്റ ആയിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല. അങ്ങനെ ഡേറ്റ എങ്ങനെ എടുക്കുമെന്നും എനിക്കറിയില്ല. കാരണം ഞാനൊരു സോഷ്യൽ സയൻറ്റിസ്റ്റ് അല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അതാണ് ഞാൻ അഭിപ്രായം പറയാത്തത്. പക്ഷേ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നവർ പലപ്പോഴും ഇന്ന് നിലവിൽ ജാതീയതകളില്ല അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനേ ഇല്ല എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തെറ്റാണെന്ന് തെളിയിക്കാൻ അത് ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് തെളിയിക്കാൻ ഉണ്ട് എന്നുള്ള ഒറ്റ പ്രൂഫ് മതി. ഇങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് തെളിയിക്കാൻ ഉണ്ട് എന്നുള്ള അത് ഇല്ല എന്നുള്ളത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം തെളിവുകൾ ഒരു എക്സെപ്ഷൻ പോലും തെളിവാണ്. അപ്പം അതുകൊണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഏതളവിൽ ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് ഏതളവിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അതിന് എനിക്ക് ഉത്തരം അറിയില്ല. ഈ ചൂഷണത്തെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ പടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഭരണഘടനയെ ഉൾക്കൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ചൂഷണത്തെ എതിർക്കുമ്പോൾ അന്ധവിശ്വാസങ്ങൾ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവവിശ്വാസത്തെ എതിർക്കേണ്ടി വരും. ആത്മനിഷ്ഠമായ ചില വിശ്വാസങ്ങളൊക്കെ പുലർത്തുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അതൊക്കെ കാണേണ്ടത്. പക്ഷേ ചിലതൊക്കെ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ പൂർണ്ണമായി ഇതിനെയൊക്കെ നമ്മളെല്ലാത്തിനെയും എതിർക്കുന്ന ഒരാളായിട്ട് മാറുകയും നമ്മൾ സൂക്ഷ്മാംശത്തിൽ സംസാരിക്കുകയും ഇതെല്ലാം നമ്മൾ എതിർത്തേ പറ്റുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെടും. നമ്മൾ ട്രാപ്പ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ ശരിക്കും നമ്മൾ ഇതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന സതുദ്ദേശത്തെ പറയാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരില്ലേ? അത്തരം സ്പേസസിൽ എങ്ങനെയാണ് സ്വയം അതിനെ നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ആവണമല്ലോ. നമ്മൾ ഇവർക്ക് വേണ്ടി കൂടെയാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യത്തെ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും? അത്ര എളുപ്പമല്ല. ഏറ്റവും പ്രധാനം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സുകളോട് അനുസരിച്ച് മാറുന്നതാണ്. എൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പൊതുവിൽ ഇതിനെ കാണുന്നത് ആളുകളുടെ ശ്രദ്ധ ആദ്യം കിട്ടണം. ആളുകൾ പല രീതിയിൽ ശ്രദ്ധ നമുക്ക് ആകർഷിക്കാം. ബാക്കിൽ നിന്നും തട്ടാം, ഒരു കല്ലെടുത്ത് ഒരു അടി അടിച്ചു കൊടുക്കാം, ശ്രദ്ധ കിട്ടും. പക്ഷെ തട്ടി വിളിച്ച ചിലപ്പോൾ നമ്മൾ പറയുന്ന ആൾ കേൾക്കും. അയാൾക്ക് അടി കൊടുത്തിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ അയാൾ നിൽക്കില്ല. ഞാൻ ഈ തട്ടി വിളിക്കാനാണ് ശ്രമിക്കുന്നത്. ഐ എം ഗോയിങ് ടു ടോക്ക് സംതിങ്. അത് ചിലപ്പോൾ നിങ്ങളുടെ നിലനിൽക്കുന്ന വിശ്വാസങ്ങൾക്ക് എതിരായിരിക്കും. ചിലപ്പോൾ അതിനെ പരിഹസിക്കുന്നതായിട്ട് തന്നെ ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ ഇച്ചിരി ഒഫൻഡഡ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങളൊരു മണ്ടനാണ് എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി മണ്ടത്തിലാണെന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കും. അതിനർത്ഥം ഞാൻ അങ്ങനെ ബുദ്ധിമാന്മാരിലും മണ്ടന്മാരിലും വിശ്വസിക്കാത്ത ആളാണ്. അങ്ങനെ ആരുമില്ല. നല്ലവരും മോശക്കാരും ഇല്ലാത്തതുപോലെ തന്നെയാണ്. TV സീരിയലുകളിലാണ് അങ്ങനെ ആൾക്കാരുള്ളത്. എല്ലാ തിന്മകളുടെയും കേന്ദ്രമായ ഒരു വില്ലൻ, എല്ലാ നന്മകളും ചേർന്ന നായകന. അതിലെനിക്ക് വിശ്വാസമില്ല. മനുഷ്യർക്ക് എപ്പോഴും അങ്ങനെയുള്ള അപ്പം ഗ്രേ സൈഡുകളുണ്ട്. അപ്പോൾ പ്രവൃത്തികളെ മാത്രമേ ഞാൻ പിന്തിരിപ്പനെന്നോ പ്രോഗ്രസീവ് എന്നോ വിളിക്കാറുള്ളൂ. ആളുകളെ വിളിക്കില്ല. യുക്തിവാദി എന്ന് വിളിക്കാറില്ല. ആളുകളെ പറയുന്നത് യുക്തിപരമാണോ അല്ലയോ എന്നുള്ള കാര്യം, ആ ആൾ അന്ധവിശ്വാസിയാണ് എന്നതിനപ്പുറം അയാൾ പറയുന്ന കാര്യം അന്ധവിശ്വാസമാണ് എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കരുതുന്നത് ആളുകൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുമായിരിക്കും. പിന്നെ പറയുന്നതിൽ എനിക്ക് സന്തോഷം കിട്ടുന്നതുകൊണ്ട് ഞാൻ പറയും. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും എത്ര പേര് ശ്രദ്ധിക്കുന്നതനുസരിച്ച് സന്തോഷം കൂടുന്ന ആളല്ല ഞാൻ. ഓഫ് കോഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്, എണ്ണം കൂടുമ്പോൾ സന്തോഷം കൂടും. പക്ഷെ പറയുന്നതിൽ കൂടി ഒരു സന്തോഷമുണ്ട്. നമ്മൾ
പാടുന്നത് ആസ്വദിക്കുന്ന ഒരാളും വേറെ ആളുകൾ ആസ്വദിപ്പിക്കാൻ വേണ്ടി പാടുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. പാടുന്നത് ആസ്വദിക്കുമ്പോൾ അയാൾക്ക് വേറെ ആരും ഇല്ലെങ്കിലും പാടാം, മറ്റേ ആളിനത് പറ്റില്ല. ഞാനത് ആരും ഇല്ലെങ്കിലും എനിക്കത് അതിനകത്ത് സന്തോഷം കിട്ടുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ അത് ഞാൻ പറഞ്ഞാൽ അതൊരു നന്മയായിട്ടോ എന്തെങ്കിലും ഒരു സ്വയം ഒരു നല്ല കാര്യം ചെയ്യുന്നു മറ്റിലല്ല ഞാൻ പറയുന്നത്. എൻ്റെ രീതി ഇതാണ്, പ്ലെയിനായിട്ട് തീരെ ഒഫെൻസീവ് അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുക. അപ്പോൾ ആളുകൾക്ക് താനെ, പിന്നെ അതിനകത്ത് തീർച്ചയായിട്ടും ഒഫൻഡഡ് ആകുന്ന ആളുകളുണ്ടാവും, നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നത്, ഭയങ്കര രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നുണ്ടാവും. ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ഈ 10,000 പേര് കേൾക്കുന്നതിൽ 10 പേർക്ക് ദേഷ്യവും എന്നെ ചീത്ത വിളിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ 10 പേരും ചീത്ത വിളിക്കും. പക്ഷെ അതിൻ്റെ പേരിൽ ബാക്കി ആൾക്കാരെ കാണാതിരിക്കാൻ പാടില്ല. അവർ ചിലപ്പോൾ പ്രതികരിക്കേണ്ടെന്നായിരിക്കും തീരുമാനിക്കുന്നത്. അവർ കേട്ടങ്ങ് മാറും. ഭൂരിഭാഗം മനുഷ്യർ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ചാനലിലെ ഒരു വീഡിയോ ഒരുപക്ഷെ 2 ലക്ഷം പേര് കണ്ടിട്ടുണ്ടാവും. എത്ര പേരോടെ കമൻറ്റ് ഇടുന്നുണ്ടാവും? അതിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് മാത്രമേ എതിർപ്പുള്ളൂ, അല്ലെങ്കിൽ പുകഴ്ത്തുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളൂ? അല്ല, ഭൂരിഭാഗം പേരും പ്രതികരിക്കേണ്ട ആവശ്യം അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഗുണപ്പെടുന്നെങ്കിൽ ഗുണപ്പെട്ടോട്ടെ. ഞാനൊരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടൊന്നും സ്വയം കാണുന്നില്ല. നാട്ടിനെ നന്നാക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കെങ്കിലും പറയുന്നതുകൊണ്ട് ഗുണം ചെയ്യുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന ചിന്ത മാത്രമാണ് നയിക്കുന്നത്. പക്ഷേ ഈ കോളേജിലൊക്കെ ഇത്തരത്തിൽ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ കൂടുതൽ ഈ സാറിനോടും ഉണ്ടാവും. പിന്നെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു സാറായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. അപ്പം കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ എക്യുപ്ഡ് ആവണ്ടേ? നമ്മളുടെ ഭാരം കൂടുതലല്ലേ? തീർച്ചയായിട്ടും അത് ഭാരം കൂടുതലുണ്ട്. അത് ചോദ്യം വന്നില്ലെങ്കിലുമാണ്. ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ ഈ എഴുതുന്ന പോസ്റ്റുകൾക്ക് കിട്ടുന്ന ഷെയറും കമൻറ്റും ലൈക്കും അതിൻ്റെ എണ്ണം കൂടുമ്പോൾ തന്നെ എനിക്ക് ഈ ബാധ്യത ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ചിന്തിക്കാതെ എഴുതരുത്. 1000 പേര് ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കാനുള്ള പിൻവലിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എനിക്ക്. പിന്നെ എനിക്കത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കാതെ എഴുതരുത്, ഫാക്ട് ചെക്ക് ചെയ്യാതെ എഴുതരുത്. എന്നാൽ പോലും തെറ്റ് പറ്റിയാൽ തിരുത്തണം. ആ ഒരു ഭാരം എനിക്ക് പണ്ട് മുതലേ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, ഒരു 100 പേര് ശ്രദ്ധിക്കും തോന്നിയപ്പോൾ തന്നെ എനിക്ക് ആ ഭാരം ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് ഈ എക്വിപ്ഡ് ആവേണ്ട ആവശ്യമുണ്ട്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായം പറയണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. നമ്മളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കുഴപ്പമാണ്. അതാണ് എനിക്ക് അറിഞ്ഞൂടെന്ന് പറയണമെന്ന് ഒരു നാണമില്ല. അത് ടീച്ചറായിരിക്കുന്നതിൻ്റെ അങ്ങനെ ആയിരിക്കേണ്ടതിൻ്റെ ഒരു അടിസ്ഥാന ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് വേണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓൾ നോയിങ് ഗുരുവായിട്ട് അവിടെ ചെന്ന് നിൽക്കാൻ പറ്റില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഞാനൊരു സയൻസ് അധ്യാപകനായതുകൊണ്ട് പക്ഷേ അതിൽ വലിയ പ്രസക്തി ഇല്ലായിരിക്കും. ഒരു സോഷ്യൽ സയൻസ് അധ്യാപകനാണെങ്കിൽ അഭിപ്രായങ്ങളെ വ്യത്യാസങ്ങളെയും കൂടെ പരിഗണിക്കേണ്ടി വരും. ഫ്രണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങൾ ക്രിട്ടിക്കലാണ്. ഞാൻ ഇപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിപ്പിക്കുമ്പോഴത്തേക്കും സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങൾക്ക് വലിയ റോളില്ല. അവർക്ക് തെറ്റായ അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ വിയോജിച്ചിട്ട് കാര്യമില്ല. ഫാക്റ്റാണ്. എൻ്റെ അഭിപ്രായങ്ങൾ കൊടുത്ത് മാത്രമേ അവർക്ക് വിയോജിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സോഷ്യൽ സയൻസിൽ നമുക്കിപ്പോൾ പൊളിറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും പഠിപ്പിക്കുന്ന ആളുടെ അഭിപ്രായങ്ങളും കൂടെയാണ് വരുന്നത്. അത് ചിലപ്പം സ്റ്റുഡൻസ് എതിർക്കും, അത് ഡിബേറ്റ് ആയിട്ട് മാറും. അതിന് ഭയങ്കര ഒരു നല്ലൊരു അക്കാഡമിക് ആക്ടിവിറ്റി ആയിട്ട് മാറ്റുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അതായത് പിള്ളേർ അവരോട് എതിർക്കുന്നത് അവരൊരു ഭയങ്കര ക്രിയേറ്റീവ് കാര്യമായിട്ട് അവർ എന്നെ മാറ്റിയെടുക്കും. അങ്ങനെ മാറ്റാതെ ഓഫൻഡഡ് ആകുന്ന ആൾക്കാരും ഉണ്ടാവും. എനിക്ക് ഇതിനൊരു ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കുന്ന കാര്യങ്ങളുടെ എണ്ണം കുറഞ്ഞു, എൻ്റെ പ്രതികരണത്തിൻ്റെ തീവ്രത കുറഞ്ഞു, പ്രതികരണത്തിൻ്റെ വേഗം കുറഞ്ഞു. ഒരു സംഭവം ഉണ്ടായ ഉടനെ പ്രതികരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതില്ല. അതെല്ലാം ഈ ഒരു ഭാരം തോന്നുന്നതിൻ്റെ ഒരു അനന്തരഫലമാണ്.